ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ദേ കുളി കഴിഞ്ഞു, ഡ്രയർ മെഷീനിലൊക്കെ മുടിയൊക്കെ ഉണക്കി അതിന് ഫുഡൊക്കെ കൊടുത്തു. ദേ മുകളിൽ വെയിലത്തൊക്കെ ഇത്തിരി കൊണ്ടുപോയി അച്ഛൻ അവൻ്റെ ഡാഡി നിർത്തി എല്ലാ ഫുഡൊക്കെ കൊടുത്തു. ദേ വെള്ളമൊക്കെ കുടിച്ചു, പല്ലൊക്കെ തേച്ചു. എന്നിട്ട് ദേ ഇവിടെ സുന്ദരക്കുട്ടനായിട്ടിരിപ്പുണ്ട് കേട്ടോ മോൻ. ഗുഡ് മോർണിംഗ് കൊടുത്തേ. ഗുഡ് മോർണിംഗ്, ഒരു സൺഡേ ഗുഡ് മോർണിംഗ് എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ കൊടുത്തേ. ഒരു ഹായ് ഹായ്. ഇപ്പുറത്തെ കൈയുണ്ട് ഹായ്. അപ്പം എല്ലാവർക്കും എൻ്റെ മോൻ സൺഡേ ഗുഡ് മോർണിംഗ് തന്നു കേട്ടോ. അതിനും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഒന്നും കൂടെ ജസ്റ്റ് ഹായ്. എവിടെ ഹായ് ഗുഡ് മോർണിംഗ് കണ്ടല്ലോ. അപ്പം എൻ്റെ മോൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് തന്നു. ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു സൺഡേ ഗുഡ് മോർണിംഗ് തന്നു കേട്ടോ. ഇനി ഒന്ന് പൗഡർ ഇടണം. അവനെ ഇവിടെ വന്ന് കിടക്ക. നല്ല കുട്ടി, പൗഡർ ഇടട്ടെ. ഇവിടെ കിടക്കുന്ന ഞാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. കൊച്ചിനെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നു. അവന് ഇന്ന് നല്ല അവൻ്റെ ഷാമ്പു ഒക്കെ വെച്ച് എല്ലാം ഞങ്ങൾ സൺഡേ ബാത്താണ് ചെയ്യുന്നത് കേട്ടോ. ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുളിപ്പിക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇളം ചൂടുവെള്ളത്തിലാണ് അവനെ കുളിപ്പിക്കുന്നത്. എന്നിട്ട് ഡ്രയർ മെഷീനിലൊക്കെ ഒന്ന് ഉണക്കി മുടി. അത് കഴിഞ്ഞ് എൻ്റെ ഡാഡി മോളിൽ കൊണ്ടുപോയി മുടിയൊക്കെ ഒന്ന് ചീകി. മുകളിൽ ഇത്തിരി വെയിലുള്ളതുകൊണ്ട് അവിടെ കൊണ്ടുപോയി മുടിയൊക്കെ ചീകി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു. നല്ല സുന്ദരക്കുട്ടപ്പനായി. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഹായ് ഒക്കെ എൻ്റെ മോൻ തന്നു. ഇല്ല പെണ്ണാ? ഇത് കണ്ടു ഇരിക്കുന്നത് എടേ. പൗഡറൊക്കെ ഇട്ട് കൊടുത്താലാണ്. ഇത് നമ്മൾ തേക്കുന്ന പൗഡറൊന്നും അല്ല കേട്ടോ. ഇത് പെറ്റിൻ്റെ തന്നെ പൗഡറാണ്, ആൻറ്റിബയോട്ടിക് പൗഡറാണ്. വൈറസ് ഫംഗസ് ഒന്നും വരില്ല, മുടിയൊന്നും കൊഴിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇനി നമ്മുടെ പൗഡർ വല്ലതുമാണോ ഇട്ട് കൊടുക്കുന്നത്. അല്ല, ഇത് കണ്ടോ എക്സറ്റിക് പൗഡർ. ഇത് കണ്ടോ, ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ടിക്കുകൾ ചെല്ലുകൾ ഇതൊന്നും വരാതിരിക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ടിക്കൊന്നും വരാതിരിക്കേണ്ട ഗുളികകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് വർഷത്തിൽ ഒരു 2000 രൂപയുടെ ഗുളികയുണ്ട്, ചോക്ലേറ്റ് പോലെ. അപ്പോൾ അത് അവന് ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കും. കിടന്ന് തരുന്നു കേട്ടോ മോൻ. ഇത് കണ്ടോ. അയ്യോ എത്തുന്നില്ല പൊന്നാ, എത്തുന്നില്ല. ഇവിടെ വാ എത്തുന്നില്ല. അവിടെ കൈ വേനെടുക്കുന്നത്. ഇങ്ങോട്ട് വാ. എത്തുന്നില്ല. കണ്ടോ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വന്നോളും കേട്ടോ. അപ്പോൾ കഷത്തൊക്കെ ഇട്ട് കൊടുക്കാനാണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നത് അവനെ അറിയാം കേട്ടോ. അവന് ഡെയിലി ഇങ്ങനെ ഇത്തിരി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയാം, മുടിയൊന്നും കഴിയില്ല, ടിക്കൊന്നും വരില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കൊച്ചിന്. ഇടയ്ക്കൊന്ന് സ്പ്രേ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരാഴ്ച അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന പൗഡറൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് പിന്നെ അടുത്ത സൺഡേയിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമേ കുളിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഡോക്ടർ. അതും ഇളം ചൂടുവെള്ളത്തിൽ നല്ല ഷാമ്പു ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. ആ ഷാമ്പുവിലാണ് ഞങ്ങൾ കുളിപ്പിക്കുന്നത് കേട്ടോ. ഒട്ടുമിക്കവരും എന്നോട് ചോദിച്ചു കേട്ടോ ഏത് പൗഡറായിട്ടെന്ന്. അങ്ങനെ പൗഡർ ഇട്ട് കൊടുത്തുവിടാമെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് പെറ്റിൻ്റെ തന്നെയാണ് പൗഡർ, എക്സറ്റിക് പൗഡർ. ആൻറ്റിടിക്സും ഇതൊന്നും വരാത്ത മുടി കൊഴിയാത്ത ഇരിക്കുന്ന പൗഡറാണ് കേട്ടോ. ഇത് കണ്ടോ എക്സറ്റിക്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. എക്സറ്റിക് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് കണ്ടോ. പക്ഷെ അത് കളറ് വ്യത്യാസം വന്ന് ബോട്ടിൽ വന്നു ഇപ്രാവശ്യം. നേരത്തെ മെഡിസൈൽ ഇച്ചിരി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ. അല്ലാതെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറോ ഇതൊന്നുമല്ല. ഇത് പെറ്റിന് തന്നെ ഉപയോഗിക്കുന്ന പൗഡറാണ്. ഇത് കണ്ടോ. അത് കുഞ്ഞ് പെറ്റിനാണെന്നുണ്ടെങ്കിൽ അവർ മിക്സ് ചെയ്ത് പൗഡർ തരും ഇടാൻ. കുഞ്ഞു പെറ്റിനാണെന്നുണ്ടെങ്കിൽ ഒരു പൗഡറും തരും, പിന്നെ എന്തോ വേറൊരു പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഇടാൻ പറയും. അപ്പോൾ നമ്മൾ ഇവൻ്റെ പ്രായവും പറഞ്ഞ് ഇവൻ്റെ ഇതും പറയുമ്പോൾ അവർ അതിൻ്റേതായ അനുസരിച്ച് ലാബ് അവൻ 5 വയസ്സായി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ പൗഡർ തരും കേട്ടോ. ഇതും ആൻറ്റിടിക്സ് പൗഡർ ഒന്ന് തന്നെയാണ്. അത് കളർ വേറെ ആയിട്ട് കമ്പനി തന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളിടുന്ന പൗഡറൊന്നും അല്ല. അവൻ്റെ പൗഡറൊന്നും അവനറിയാം കേട്ടോ. ഇവിടെ ഒരുപാട് അവന് പൗഡർ മേടിച്ച് വച്ചിട്ടുണ്ട്. വേണ്ട ഇപ്പം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാനത് കാണിച്ചു തന്നാണ്. കുറേ പേര് എന്നോട് ചോദിച്ചു ഏത് പൗഡറായിടണമെന്ന്. എക്സറ്റിക്. എൻ്റെ കുഞ്ഞുമോൻ ഇവിടെ ഇരുന്ന് ഈ ബോണൊക്കെ എടുത്ത് വെച്ച് കളിച്ച് ഇവിടെ കിടന്നോളും.
കുറച്ച് കഴിയുമ്പോൾ എ സി ഇട്ട് കൊടുത്താൽ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അവൻ പിന്നെ 4 മണിക്ക് എണീക്കുള്ളൂ കേട്ടോ. ഡാഡി ഇവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഡാഡി കുളിച്ച് പോകും, അത്രയ്ക്ക് വിയർത്ത് മുണ്ടൊക്കെ നനയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡാഡി ഇവിടെ നിന്ന് തന്നെ കുളിക്കാൻ കയറി. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം, മണി 11 ഒക്കെ ആയി, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ചോറൊക്കെ ആയി. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ കേട്ടോ. ഡാഡി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവൻ കുറച്ച് നേരമൊക്കെ കളിക്കും കേട്ടോ. കളിച്ചിട്ട് ഡാഡി വന്ന് കിടക്കുമ്പോൾ അവനും കിടക്കും. ഡാഡി കുളിച്ചിട്ട് വന്നു, എ സി ഇട്ട് വന്നു, കയറൂ, കിടന്ന് ഉറങ്ങിക്കോ. ഇനി പണികളുണ്ട് മമ്മിക്കൊക്കെ, ഒരുപാട് പണിയുണ്ട് അടുക്കളയിലൊക്കെ. ദീപക്കില്ല, കിടന്ന് പോലും അവിടെ ഒന്ന് കളിച്ചോ കുറച്ച് നേരം കേട്ടാ. തറയിലിറങ്ങി ചീത്തയാക്കരുത്, തറയിലിറങ്ങി ചീത്തയാക്കരുത്, അവിടെ ഇരുന്ന് കളിച്ചോടാം. ഈ കുറച്ച് നേരം ഡാഡി തടവിയൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ കട്ടിലൊക്കെ ഇരുന്ന് കണ്ടോ തടവണത്, ഇത് കണ്ടോ. ഇതൊക്കെയാണ് പരിപാടി ഇവൻ്റെ. ഈ കുറച്ച് നേരം കിടന്നാൽ അങ്ങോട്ട് ഉറങ്ങിക്കോളാ, കുളിപ്പിച്ചുകൊണ്ട് നല്ല ഉറക്കം വന്നോളൂ. കിടന്നോ, നല്ല കുട്ടിയായിട്ട് കിടന്നോ. തുണിയൊക്കെ വിരിച്ചിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഇന്ന് സൺഡേ അല്ലേ, ഒരുപാട് പണികളുണ്ട് കേട്ടോ. അതുവരേക്കും ബൈ 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 ബൈ.